Hi all. In this class, we gonna discuss about the causes for industrial backwardness of Kerala. Kerala is industrially backward. In fact, there are no basic or key manufacturing industries. There are a variety of reasons why industrial development is slow in Kerala. കേരളം വ്യവസായപരമായിട്ട് വളരെ പിന്നിലാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സ്ലോ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അതിന് കുറേ റീസൺസ് ഉണ്ട്. അതിനുള്ള റീസൺസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ പോയിൻ്റാണ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. കേരള ലൈസ് ഓൺ ദ സദർൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യ. ഹെൻസ് ഓൾമോസ്റ്റ് all raw material has to pass through several states to get here. Accordingly, cost of transportation would be very high. അതായത് കേരളം ഇന്ത്യയുടെ ഏറ്റവും താഴെയാണ് കിടക്കുന്നത്, അതായത് സദേൺ സൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസ് ഇങ്ങോട്ട്, അതായത് നമ്മുടെ കേരളത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിൽ കൂടി നമുക്ക് പാസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ കേരളത്തിലേക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റേറ്റിൽ കൂടി നമുക്ക് പാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും. അതാണ് ഫസ്റ്റത്തെ പോയിന്റ് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റാണ് ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ ദ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ് ഓഫ് കേരള. ദിസ് കോസസ് ലോ ലേബർ പ്രൊഡക്ടിവിറ്റി ആൻഡ് മിനിമൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജസ് ദാറ്റ് retarded the industrial development of the region. The major industries in the state, whether kaya processing, handloom weaving or bead making, are marked by the use of flow productive technologies. ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ്സിൻ്റെ ഒരു മെയിൻ റീസണാണ് ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ് ഓഫ് കേരളയുടേത്. അത് കാരണം ലോ ലേബർ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. എക്സാമ്പിളായിട്ട് കയർ വ്യവസായം, കൈത്തറി വ്യവസായം, ഇതിലൊന്നും ടെക്നോളജി കൂടുതലായി വളർന്നിട്ടില്ല. ലേബേഴ്സ് തന്നെയാണ്, അതായത് ആൾക്കാർ തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ കയർ വ്യവസായം, കൈത്തറി വ്യവസായമാണ് കേരളം എന്ന് പറയുമ്പോൾ തന്നെ പുറത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ അത്രത്തോളം ടെക്നോളജി അങ്ങനെയുള്ള വ്യവസായങ്ങൾ വളർന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ കയർ വ്യവസായത്തിലും അതുപോലെ തന്നെ കൈത്തറി വ്യവസായം, ബീഡി മേക്കിംഗ്, ഇതിലൊക്കെ തന്നെ സാധാ പോലെ തന്നെയാണ്, പണ്ടെങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ടെക്നോളജി ആയിട്ട് വലിയ മാറ്റമൊന്നും വരുന്നില്ല. അതാണ് ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ് എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് പോയിൻ്റാണ് ലാക്ക് ഓഫ് ലാർജ് ട്രാക്ട് ഓഫ് ലാൻഡ്. ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വൺ ഓഫ് ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഈസ് അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലാൻഡ്. കേരള ഈസ് എ സ്മോൾ സ്റ്റേറ്റ് ആൻഡ് highly eco-sensitive. 2/3 of Kerala has large mountain, forest and water bodies, which makes only a teeny strip of coastal land worth for any activity, including human habitation. Construction of big factories is not possible in these areas due to population density and eco-sensitive areas and government policies of preservation of land for food production. It may be noted that only the green portion of Kerala is fit for human settlements, which are the fertile portion of coast strip. This means that industries have to be located in human settlements area sharing with other sectors like agriculture, service, etc. മൂന്നാമത്തെ പോയിന്റിൽ, ഇപ്പോഴും ഇൻഡസ്ട്രി വളർന്ന് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലം, ആ ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റിയൊരു സ്ഥലം വേണം. അതും ചീപ്പ് റേറ്റിന് കിട്ടുമ്പോഴാണ് നമുക്ക് ഏക്കർ കണക്കിന് വാങ്ങാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒരു ഫാക്ടറി തുടങ്ങാൻ ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 1 2 സെൻറ്റോ 3 പോരാ, ഏക്കർ കണക്കിന് സ്ഥലം വേണം. അത് നമുക്ക് ചീപ്പ് റേറ്റിൽ കിട്ടാൻ വേണം. കാരണം ഏക്കർ കണക്കിന് നമ്മൾ പറയുമ്പോൾ കുറേ സ്ഥലം വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ചീപ്പ് റേറ്റിന് കിട്ടേ വേണം. പക്ഷേ കേരളം എന്ന് പറയുമ്പോൾ ഹൈലി എക്കോ സെൻസിറ്റീവാണ്. പരിസ്ഥിതിപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും വളരെ സെൻസിറ്റീവാണ് കേരളം. അതാണ് കേരളത്തിൻ്റെ 2% മൗണ്ടെയിനും ഫോറസ്റ്റും തടാകങ്ങളുമാണ്. അപ്പോൾ ബാക്കിയുള്ള 1%ലാണ് നമ്മൾ ജീവിക്കുന്നത്, എല്ലാം ചെയ്യുന്നതും. ഈ ബാക്കിയുള്ള 2% ഫുള്ള് കാടും പുഴയും അങ്ങനെ കുറേ സംഭവമുണ്ട്. ആ 1%ൽ നമ്മൾ നമ്മളെ കാര്യം നോക്കി ജീവിക്കുന്നു, എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ ഫാക്ടറീസ് ഒന്നും പോസിബിൾ അല്ല അത്രത്തോളം. അതായത് ഈ ഫാക്ടറി നിർമ്മിക്കാനുള്ള ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് പോസിബിൾ അല്ല. ലാക്ക് ഓഫ് ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ് എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് പോയിൻ്റാണ് പോപ്പുലേഷൻ density. Kerala has one of the highest population density in the country. The current population density of the state is 859 people per square kilometer, while for India as a whole it is 382 people per
square kilometer. On comparison to nearby Tamil Nadu, it is only 555 people per square kilometer, and with Karnataka 390 people per kilometer. ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ഹൈലി പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റാണ് കേരള. അതെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 859 പീപ്പിളാണ്. അത് നമുക്കൊന്ന് അസ്യൂം ചെയ്യാനാണ് അങ്ങനെ പറയുന്നത്. ഒരു സ്ക്വയർ കിലോമീറ്റർ 850 പീപ്പിൾസ് ഉണ്ട്. പക്ഷേ തമിഴ്നാടും കർണാടകയും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അത് വളരെ കൂടുതലാണ്. തമിഴ്നാട്ടിൽ ഒരു സ്ക്വയർ മീറ്ററിൽ 559 പീപ്പിളേ ഉള്ളൂ. അതുപോലെ കർണാടകത്തിൽ 319 പീപ്പിളേ ഉള്ളൂ. അപ്പോൾ എല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ പീപ്പിൾ ഡെൻസിറ്റി കൂടുതൽ നമ്മളെ കേരളത്തിലാണ്. അതായത് കേരളത്തിൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇപ്പോൾ 859 പീപ്പിൾ ഉണ്ട്. അതേസമയം നമ്മുടെ കർണാടകയും തമിഴ്നാടൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. അതൊരു കാരണമാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ്സിന്. ഫിഫ്ത്ത് പോയിൻ്റാണ് ഹയർ പ്രൈസ് ഫോർ ലാൻഡ്. ദ ലാൻഡ് പ്രൈസ് ഇൻ മെജോറിറ്റി പാർട്ട് ഓഫ് coastal strip is very high. In major cities, the land price is abnormally high. In such a situation, availing large acres of land for factories area too hard unless government takes over the land and handover. ഈ പോയിന്റിലെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ഥലം വാങ്ങാൻ, അതായത് ഇപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി ഫുള്ള് 2/3 ഓഫ് മെറ്റീരിയൽസും മൗണ്ടൈനും അതൊക്കെ സംഭവങ്ങളാണ്. ബാക്കി ഒരു പെർസെൻറ്റേജാണ് നമ്മളെ കാര്യം നോക്കി ജീവിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ സ്ഥലം. അതിന് നമ്മൾ ഹൈ പ്രൈസ് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഭയങ്കര ഹൈ ആയിരിക്കും. ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ നമുക്ക് 1 സെൻറ്റോ 2 സെൻറ്റോ പോരാ, ഏക്കർ കണക്കിന് വേണം. അപ്പോൾ സെൻറ്റിനനുസരിച്ച് പ്രൈസ് കൂടുമ്പോൾ ലാൻഡ് അത്രയും പൈസ ആയിരിക്കും. അപ്പോൾ അതൊരു റീസണായിട്ട് പറയുന്നുണ്ട്. സിക്സ്ത് പോയിന്റിൽ ഹയർ കോസ്റ്റ് ഓഫ് ലേബർ. ഇൻ കേരള ദ കോസ്റ്റ് ഓഫ് ലേബർ ഈസ് ഹയർ ആസ് ദ മിനിമം വേജസ് ആർ ഹയർ. ദിസ് ഈസ് ബിക്കോസ് ദ സൊസൈറ്റി ഈസ് അവെയർ ഓഫ് ഇറ്റ്സ് റൈറ്റ്സ് ആൻഡ് ദർ ഈസ് എ ഹയർ bargaining power for wages. The lowest wage even for unskilled workers is 600 to 700. In Tamil Nadu it is only 350 to 400. ഇതിൽ പറയുന്നത് ഇവിടുത്തെ ലേബേഴ്സിന് കൊടുക്കുന്ന വേജസ് വേറെ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ കേരളത്തിൽ നമ്മൾ വർക്കേഴ്സിന് കൊടുക്കുന്ന വേജും അതുപോലെ തന്നെ വേറെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ വർക്കേഴ്സിന് കൊടുക്കുന്ന വേജും തമ്മിൽ വളരെ ഡിഫറെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ലേബേഴ്സിന് പൈസ കുറവാണ് എങ്കിൽ അവർക്ക് അതിനനുസരിച്ച് പറയാനറിയാം. അതായത് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ വർക്കേഴ്സ് നമ്മൾ കുറച്ച് പൈസ കൊടുക്കുന്നെങ്കിൽ അവർ അതിനനുസരിച്ച് പറയും ഇത്ര വേജ് കുറവാണ്. ഒരു അൺസ്കില്ലായ വർക്കേഴ്സിന് പോലും ഒരു ദിവസം 600-700 രൂപ പോലും കൂലിയെ കൊടുക്കുന്നുണ്ട്. അതേസമയം തമിഴ്നാടൊക്കെ അത് വെറും 350-400 ആണ്. അപ്പോൾ അവിടെ ലേബേഴ്സിന് അവൈലബിലിറ്റി കൂടും. അതേസമയം ഇവിടെ അൺസ്കിൽഡ് ആയ ആൾക്ക് പോലും 600 രൂപ കൂലി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ലേബേഴ്സിന് കൊടുക്കാൻ നല്ല പൈസ വേണ്ടി വരും. അവിടെ ഒരാൾക്ക് 350-400 അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അതേസമയം ഇവിടെ നമുക്കിവിടെ അതും നല്ലോണം ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ജോലി ചെയ്യാത്ത ആൾക്കാർക്കും ഒക്കെ ഒരേ വേജ് തന്നെയാണ് കൊടുക്കുന്നത്. സിക്സ്ത് പോയിൻ്റ് കൊണ്ട് ഹയർ കോസ്റ്റ് ഓഫ് ലേബർ എന്ന പോയിൻ്റ് ഇതാണ് പറയുന്നത്. സെവൻത്ത് പോയിൻ്റാണ് പബ്ലിക് അഗിറ്റേഷൻ എഗനിസ്റ്റ് റോങ് ഡൂയിങ് ഓഫ് ഫാക്ടറി. ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എ ഫാക്ടറി ഓർ ഇൻഡസ്ട്രി ഓഫ്റ്റൻ disregard environment rules as well as pollution rules. No major industries are concerned in setting effluent treatment plants or pollution control activities, etc. In Kerala, such attitude will be severely dealt by neighborhood. Being a highly literate society with awareness of right as well as ability to protect without fear, public committees will fight against such doing of companies. For example, Grasim Industries of Birla Group was forced to shut down its unit in Mavur, Calicut, due to massive public protests for pollution their river Chaliyar. അതായത് ഒരു ഫാക്ടറി വരുമ്പോൾ തന്നെ നമ്മൾക്കറിയാം അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ പൊല്യൂട്ടഡ് ആവുന്നത്. ഏതൊരു ബുദ്ധിയുള്ള ആൾക്കാർക്കും ചിന്തിച്ചാൽ മതി, ഒരു ഫാക്ടറി വരുമ്പോൾ അതിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ അത്രയ്ക്കും പൊല്യൂട്ടഡ് ആണ്. അപ്പം നമുക്ക് എന്താണ് അത് എക്കണോളജിക്കലായിട്ട് വളരെയധികം ബാധിക്കും, പരിസ്ഥിതിയെയും എൻവയോൺമെൻറ്റിനൊക്കെ ബാധിക്കും. അപ്പോൾ വേറെ കൺട്രീസിനൊക്കെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും എഡ്യൂക്കേഷനൊക്കെ ആയിട്ട് താഴെയാണ്. അതായത് കേരളത്തെ അപേക്ഷിച്ച് വേറെ സംസ്ഥാനങ്ങൾക്കൊക്കെ കുറച്ച്
ലിറ്ററലി താഴെയായതുകൊണ്ട് അവർ ഒന്നും പറയുന്നില്ല. അവർ ചിന്തിക്കുന്നു, ഓ ഇങ്ങനെ ഒരു ഫാക്ടറി വന്നു, ജോലി കിട്ടും, അത് പരിസ്ഥിതിക്ക് പ്രശ്നമായാലും കുഴപ്പമില്ല എന്ന രീതിയിലായിരിക്കും ചിലർ കാണുക. പക്ഷേ ചില സംസ്ഥാനങ്ങൾ, അതിൽ കേരളം ഉൾപ്പെടുന്നുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ട് പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് ഉണ്ടാവും. അതിനെതിരെ അവർ പ്രതികരിക്കും. ഒരു ഫാക്ടറി വരുമ്പോൾ അടുത്ത് പുഴയുണ്ടോ കാടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആർക്കും ഒരു ദോഷമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ അതിന് സമ്മതിക്കൂ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കും. നമ്മുടെ അവിടെ ഫാക്ടറി വരുമ്പോൾ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർക്ക് എഡ്യൂക്കേഷനായിട്ട് നമ്മൾ അത്യാവശ്യം അറിവുള്ള ആൾക്കാരായതുകൊണ്ട് ഒരു ഫാക്ടറി വരുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷകരമാകുന്നുണ്ട്, നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷകരമാകുന്നുണ്ട് എന്നൊക്കെ ഒക്കെ നോക്കിയിട്ടോ ആ ഫാക്ടറി വരുന്നതിന് നമ്മൾ നമ്മളെ പരിസ്ഥിതിക്ക് ദോഷമാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് തടയും. അതേസമയം വേറെ സ്ഥലങ്ങളിൽ, അതായത് തമിഴ്നാട്ടിലൊക്കെ അവർക്ക് ജോലി കിട്ടിയല്ലോ, അത് മതി, അവർ ചിന്തിക്കുന്നില്ല പരിസ്ഥിതിക്ക് ദോഷകരമാവും ഒന്നുമില്ല. അപ്പോൾ അതാണ് ഈ പോയിന്റ് പറയുന്നത്. 8th പോയിന്റ്, പ്രൊസീജിയർ ഫോർമാലിറ്റീസ്. Kerala is one of the few states that is heavily decentralized. This means that to start an industry, you have to submit papers right from a panchayat office to secretariat, multiple round of inspection, procedure checks, multiple clearance from various bodies. Even if all conditions are fulfilled, the panchayat, municipality, corporation may not give permission for starting an industry. ഇപ്പോൾ ചില സ്റ്റേറ്റ് ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും. ഒരു പേപ്പേഴ്സ് കിട്ടാനാണെങ്കിൽ പ്രൊസീജിയർ ഫോർമാലിറ്റീസ് വളരെ കൂടുതലായിരിക്കും. ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രീസിന് ആവശ്യമായ കുറേ പേപ്പേഴ്സ് ഉണ്ടല്ലോ, ആ പേപ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ പഞ്ചായത്തോട്ട് സെക്രട്ടേറിയറ്റ് വരെ അലഞ്ഞു നടക്കണം. കാരണം പ്രൊസീജിയർ ചെക്സ്, മൾട്ടിപ്പിൾ ക്ലിയർ ഫ്രം വേരിയബിൾസ് ബോഡീസ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് നടക്കണം. അപ്പോൾ ഭയങ്കര പ്രൊസീജിയർ ഫോർമാലിറ്റീസാണിത്. നമുക്ക് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കണമെങ്കിൽ ഇങ്ങനെ പഞ്ചായത്തും സെക്രട്ടേറിയറ്റും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണം. അതാണ് ഇതിൽ പറയുന്നത്. 9th പോയിൻ്റാണ് ലാക്ക് ഓഫ് റോ മെറ്റീരിയൽ. കേരള ഹാവ് നോ മേജർ minerals, metals or such natural resources required for an industry unit. The only resources are agro-based resources like cultivated cash crops such as rubber, coir, coconut oil, spices, etc. and some rare minerals like monazite, etc. These items can be easily transported to some other place for large-scale processing where cost of industry can be lower. For example, a good percentage of large-scale industries that need rubber, say car tires, etc. are located in Maharashtra, as they can purchase rubber sheets from Kerala and transport to their plants in the state. കേരളത്തിലെ വേറൊരു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൈനറൽസും മെറ്റീരിയൽസും വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് അഗ്രവേറ്റ് റിസോഴ്സസ് ആണ്. റബ്ബർ, കയർ, കോക്കനട്ട് ഓയിൽ അങ്ങനെയുള്ള അഗ്രവേറ്റ് ക്രോപ്സ് ആണ് നമ്മുടെ ഇവിടെ കൂടുതലായും ഉള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ റോ മെറ്റീരിയൽസ് കുറവാണ്. നമുക്ക് വലിയ വലിയ ഇൻഡസ്ട്രീസൊക്കെ തുടങ്ങാനുള്ള റോ മെറ്റീരിയൽസ് ഇല്ലാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. എക്കണോളജിക്കലി വെരി സെൻസിറ്റീവാണ് കേരളം നമ്മുടെ പശ്ചിമഘട്ടത്തിനൊക്കെ എടുത്താണ്. ഈ കുഞ്ഞു കേരളത്തിൽ കൂടെ തന്നെ 44 നദികൾ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫാക്ടറി നിർമ്മിച്ചാലും എന്തായാലും ഏതൊരു രീതിക്കും എൻവയോൺമെൻറ്റിനെ ബാധിക്കും. അതാണ് പറയുന്നത്. 11th പോയിൻ്റാണ് corruption. Corruption is rampant all over the state. Almost all government offices are characterized by red tapeism. There is earnestness among political leaders, bureaucrats and police department to get a license or clearance certificate to start an industry. You have to pay huge bribe to the bureaucrats. There are corruption in public sector undertakings such as Malabar Cement Ltd, etc. കറപ്ഷൻ എന്ന് വെച്ചാൽ അഴിമതി. നമ്മുടെ സംസ്ഥാനത്ത് അഴിമതി ഉണ്ട് എന്നാണ് പറയുന്നത്. അഴിമതി ഒരു പ്രശ്നമാണ്. കാരണം അഴിമതി അത്ര നല്ല കാര്യമല്ല. കാരണം രാഷ്ട്രീയ നേതാക്കളും പോലീസ് തമ്മിൽ ഒരു അഭിശുദ്ധ ബന്ധമുണ്ട്. നമ്മളൊരു സംഭവം പെട്ടെന്ന് നടക്കണമെങ്കിൽ ഒന്നെങ്കിൽ ചിലവരൊക്കെ അങ്ങനെയാണ്, രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ പോലീസുകാർക്കൊക്കെ കൈക്കൂലി
കൊടുത്ത് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ നോക്കും. അപ്പോൾ ഒരു ഇൻഡസ്ട്രി നടത്താൻ നമ്മൾ അത്രയും പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഉള്ളതും ഒരു പ്രശ്നമാണ്. അതാണ് ഈ കറപ്ഷൻ മീൻസ് അഴിമതി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 12th പോയിൻ്റാണ് low central investment. When compared to other India states, the central investment is very poor. It is only 2.5%. Maharashtra tops the list with 9%, followed by Odisha. ഇപ്പോൾ ഇന്ത്യ സ്റ്റേറ്റിൽ വെച്ചിട്ട് തന്നെ സെൻട്രൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്. അത് 2.5 ആണ് നമുക്ക് കേന്ദ്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 2.5 ആണ് നമുക്ക് നമ്മളെ കേന്ദ്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേസമയം മഹാരാഷ്ട്ര പോലുള്ള വലിയ സംസ്ഥാനങ്ങൾക്ക് 9% ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വികസനം ഉണ്ടാവും. മഹാരാഷ്ട്രയിൽ 9%, അതുപോലെ തന്നെ നമ്മളെ കേരളത്തിൽ ഇന്ത്യ 2.5 ആണ്. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ 2.5 ആണ് കുറവ്. അപ്പോൾ അതിനനുസരിച്ച് ആ സ്ഥലങ്ങളിൽ വികസനം കുറവും കൂടുതലായിട്ട് നടക്കും. മഹാരാഷ്ട്ര 9% ഉള്ളതുകൊണ്ട് അവിടെ വികസനം കൂടുതൽ നടക്കും. 2.5 ഉള്ളതുകൊണ്ട് ഇവിടെ വികസനം കുറച്ച് നടക്കുള്ളൂ. അതാണ് ഈ ലോ സെൻട്രൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും ഉദ്ദേശിക്കുന്നത്. 13th പോയിൻ്റാണ് അതർ കോസസ് ഫോർ ദ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ് ഓഫ് കേരള ആർ സ്ട്രൈക്സ്, മിലിറ്റന്റ് ട്രേഡ് യൂണിയനിസം, മീഡിയ ആക്ടിവിസം, ജുഡീഷ്യൽ ആക്ടിവിസം എക്സെട്ര. ഇവിടെ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്സിന് വേണ്ടിയുള്ള സ്ട്രൈക്കും ട്രേഡ് യൂണിയൻസും മീഡിയ ആക്ടിവിറ്റീസ്, ജുഡീഷ്യൽ ആക്ടിവിറ്റീസ്, അങ്ങനെ കുറേ റീസൺസും ഇത് ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്സ് ആയിട്ട് നിൽക്കാനുള്ളതിന് കാരണമാണ്. ഇത്രയും പോയിൻറ്റ്സാണ് കോസസ് ഫോർ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്സ് ഓഫ് കേരളയിൽ പറയുന്നത്. താങ്ക് യു.